11 ആഴ്ചയിലെ വോട്ടിംഗ് ഇതൊക്കെ അവസാനിക്കും വെറും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുക. വമ്പൻ അട്ടിമറികൾ വമ്പൻ ടിസ്റ്റുകൾ തന്നെയാണ് നമുക്ക് വോട്ടിംഗ് കാണാൻ സാധിക്കുക. എന്തൊക്കെയാണ് വെള്ളിയാഴ്ച രാത്രി വോട്ടിംഗ് അവസാനിക്കുമ്പോൾ 8 മത്സരാർത്ഥികളെ ആരൊക്കെ പുറത്താവുന്ന കണ്ടുതന്നെ രണ്ടിരിക്കുന്നു. എന്തൊക്കെയാണ് ഡബിൾ എവിക്ഷൻ ഉണ്ടെങ്കിൽ 2 പേര് പുറത്തോട്ടായിരിക്കും. ആരൊക്കെയാണ് ആ 2 പേര് നമുക്ക് വീഡിയോ ഭാഗത്ത് പരിശോധിക്കാം. അപ്പോൾ വെള്ളിയാഴ്ച രാത്രി ഏകദേശം 9:45 വരെയുള്ള വോട്ടിംഗ് റിസൾട്ടാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത്. അപ്പോൾ വരും മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ജിൻഡോയുടെ അട്ടിമറി മുന്നേറ്റത്തിലാണ് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന വോട്ടിംഗ് തുടങ്ങുമ്പോഴും വോട്ടിംഗ് അവസാനിക്കുമ്പോഴും രാജാവായിട്ട് മാറുകയാണ് ജിൻഡോ. ഏകദേശം 6 ലക്ഷത്തിന് മുകളിലുള്ള വോട്ടിങ്ങിനോട് ജിൻഡോ ഇപ്പൊ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് ജിൻഡോയുടെ അട്ടിമറി മുന്നേറ്റം തകർന്നു പോയിക്കാൻ ജാസ്മിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ 2ാം സ്ഥാനത്ത് അഭിഷേകിനെ ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അഭിഷേകിന്റെ അട്ടിമറി മുന്നേറ്റം കാണാൻ സാധിക്കുമ്പോൾ 3ാം സ്ഥാനത്ത് അർജുന് നേരിയ വോട്ടിംഗ് തകർച്ചയ്ക്ക് നേരിട്ടെങ്കിലും ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്ന കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ 4ാം സ്ഥാനത്ത് ജാസ്മിന്റെ മുന്നേറ്റം തുടരുകയാണ്. ഒരുപക്ഷെ അർജുനെ അട്ടിമറിച്ച് ജാസ്മിൻ വീണ്ടും 3ാം സ്ഥാനത്തോട്ട് എത്താൻ സാധിക്കുമ്പോൾ 5ാം സ്ഥാനത്ത് അൻസിബയുടെ മുന്നേറ്റം തന്നെയാണ് ഈ ഒരു മണിക്കൂറിൽ ശ്രദ്ധേയം. കഴിഞ്ഞ മണിക്കൂറിലൊക്കെ ഡേഞ്ചർ സോണിലോട്ട് പോയ അൻസിബയാണ് ഇപ്പോൾ സേഫ് സോണിലോട്ട് മാറുമ്പോൾ 6ാം സ്ഥാനത്ത് വീണ്ടും തകർച്ചയിലോട്ട് പോകുകയാണ് നമ്മുടെ സ്വന്തം ഋഷി. മുടിയൻ എന്തെങ്കിലും വോട്ടിംഗ് തകർച്ചയാണ് നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ 7ാം സ്ഥാനത്ത് വീണ്ടും ഇത് അട്ടിമറി മുന്നേറ്റം നടത്താൻ ശ്രമിക്കുക ശ്രീധുവിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വോട്ടിംഗ് തകർച്ച തന്നെ നേരിടുന്നുണ്ട് ഈ ഒരു മണിക്കൂർ. ഇനി നിർണായകമായിരിക്കും വരും മണിക്കൂറുകൾ. ഏറ്റവും ഒടുവിൽ ഈ ഒരാഴ്ച ബിഗ് ബോസ് ഹൗസിനോട് വിട പറയുന്ന ഉറപ്പിച്ച് ഒരു മത്സരാർത്ഥിയായിട്ട് അപ്സര മാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഏകദേശം 4 ലക്ഷം വോട്ട് നേടിയെങ്കിലും വോട്ടിംഗ് തകർച്ചയാണ് അപ്സരയ്ക്ക് നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ശ്രീധു അപ്സര തുടങ്ങിയ ഒരു ഡേഞ്ചർ സോണിലാകുമ്പോൾ അതേപോലെ തന്നെ ഋഷി അതോടൊപ്പം തന്നെ അൻസിബ തുടങ്ങിയ ഒരു നേരിയ ഡിഫറൻസ് മാത്രമാണ് നിൽക്കുന്നത്. എന്തൊക്കെയാണ് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഈ ആഴ്ച ഡബിൾ എവിക്ഷൻ ഉണ്ടെങ്കിൽ ആരൊക്കെ പോകുന്നത് ശ്രീധു ആകുമോ അതേ അപ്സര ആകുമോ സിംഗിൾ എവിക്ഷൻ ആണെങ്കിൽ പോലും പുറത്താകുമെന്ന് അറിയാൻ വേണ്ടി ഇനി 12 മണി വരെയുള്ള വോട്ടിങ്ങിലൂടെ നമുക്ക് കണ്ടു തന്നെ വേണം. എന്തൊക്കെയാണ് നിങ്ങളുടെ വിലപ്പെട്ട വോട്ടിന് രേഖപ്പെടുത്തിയ ഹോട്ട്സ്റ്റാർ ഇപ്പോൾ തന്നെ നിങ്ങൾ ഇഷ്ടം മത്സരത്തേക്ക് വോട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട. അപ്പോൾ വരും മണിക്കൂറിലെ നിർണായകമായിട്ടും ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റിസൾട്ടുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരത്തെ കമന്റ് ബോക്സിൽ പങ്കുവെക്കാൻ മറക്കണ്ട.